ഇന്ന് ചവറയുടെ നാഷണൽ ഹൈവേയുടെ തീരത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം മനോഹരമായി അത് എത്രയോ പേരുടെ തൊഴിൽ സാധ്യത കൊടുക്കാൻ പറ്റും. ആ സ്പിന്നിംഗ് മിൽ ജംഗ്ഷന്റെ ഒരുപക്ഷെ അതിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വികസനമായിരുന്നു. പക്ഷേ എന്താണ് ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഭരിക്കുന്നത് വേറൊരു രാഷ്ട്രീയ കക്ഷി. MLA ഇപ്പൊ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത്, നമുക്കറിയാം പരിമിതികളുണ്ട്. അതേപോലെ കോൺഗ്രസ് MLA ആകുമ്പോൾ ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നതെങ്കിലും പരിമിതിയുണ്ട്. ഇത് തുടർച്ചയായി 10 വർഷം അവർക്ക് കേരളം ഭരിക്കാൻ അവസരം കിട്ടി. 15 വർഷം ചാത്തന്നൂരിലെ നിയമസഭാ സാമാജികർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുവാൻ LDFന്റെ രാഷ്ട്രീയ കക്ഷി കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് എന്ത് നേട്ടം നമുക്കുണ്ടായി? ഇപ്പൊ അവർ പറയുന്ന പല കാര്യവും നമുക്ക് പള്ളിക്കമണി പാലത്തിന്റെ കാര്യം തന്നെ എടുക്കാം. 1960 അവിടെ ബോധപാഠം ഉണ്ടാകുന്നതും 6-7 പേര് മരിക്കുകയും ചെയ്തത്. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഈ പള്ളിക്കമണി സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ പണ്ണടി പാലത്തിന് വേണ്ടി ദശാബ്ദങ്ങളായിട്ടുള്ള ആവശ്യകതയാണ്. ഇപ്പോഴും അതിന്റെ പ്രവർത്തനം തുടങ്ങി എന്ന് പറയുന്നതിനപ്പുറം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കുവാനോ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്ക് മാറ്റുവാനോ കഴിയുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ചാത്തന്നൂരിന്റെ വികസനം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പൊ ചാത്തന്നൂര് BJPയുടെ ജനപ്രതി അല്ല ഉള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ തിരുമുക്കിൽ നിന്ന് ആരംഭിച്ച് പരവൂർ പോയി അവിടുന്ന് പാരിപ്പള്ളിയിൽ അവസാനിക്കുന്ന ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 30 കോടി രൂപ അനുവദിച്ചുകൊണ്ട് നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാരാണ്. അതേപോലെ ഇപ്പൊ നമുക്ക് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ ചാത്തന്നൂരും അടക്കം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. കോൺക്രീറ്റ് തൂണുകൾക്ക് പകരം മണ്ണിട്ട് കവർ ചെയ്തിട്ടുള്ള ബ്രിഡ്ജുകൾ വന്ന സമയത്ത് നമ്മുടെ പ്രദേശത്തെ 2 കീറി മുറിക്കപ്പെട്ടു. പക്ഷേ ഇത് യഥാസമയം ഇതിന്റെ DPR അടക്കമുള്ള 2018 കാലഘട്ടത്തിൽ ഇതിന്റെ കരട് DPR-ഉം അടക്കം പ്രദർശിപ്പിക്കുകയും നിയമസഭാ സാമാജികരോട് ഇത് ബോധ്യപ്പെടുത്തിയ സമയത്തും ഇതിനകത്ത് ഒരു കൃത്യമായ ഇടപെടലില് ജനപ്രതിനിധികൾ MLA-യും MP-യും അടക്കമുള്ള ജനപ്രതിനിധികൾ കാര്യമായി എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ കോൺക്രീറ്റ് തൂണുകൾ വന്നു. ഇപ്പൊ ചാത്തന്നൂർ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് BJP-യെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ചാത്തന്നൂരും കൊട്ടിയത്തും പാരിപ്പള്ളിയിലും ആകെ ഓരോ കോൺക്രീറ്റ് തൂണുകളാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ഗോപകുമാർ സാറും ഞാനും കൂടി നേരിട്ടാണ് കേന്ദ്ര ഗതാഗത മന്ത്രിയെ ഡൽഹിയിൽ പോയി കാണുകയും അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ചാത്തന്നൂരും കൊട്ടിയവും പാരിപ്പള്ളിയും ആ കോൺക്രീറ്റ് തൂണുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഞങ്ങളത് തീരുമാനം എടുത്തതിനു ശേഷം ഇവിടെ അവകാശവാദമായി പല രാഷ്ട്രീയ കക്ഷികളും ജനപ്രതിനിധികളും ഒക്കെ വന്നു. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 100% BJP-യുടെ ജില്ലാ അധ്യക്ഷന്റെ ഇടപെടലാണ്, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രന്റെ ഇടപെടലാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ 3 സ്ഥലത്തും ഇത്തരത്തിലുള്ള വർധനവും നോർമൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അപ്പുറത്തേക്കുണ്ടായ വികസനം BJP-യുടെ ഇടപെടലാണ്. ഇപ്പൊ രണ്ടാമത് വീണ്ടും പറയുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ജി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം. ആ ഇറ്റിക്കരയിലും തിരുമുക്കിലും അടിപ്പാത, ആ അടിപ്പാതയുടെ സമരവുമായി ബന്ധപ്പെട്ട് വികസന സമിതി അടക്കം സമരം ചെയ്യുകയും ആ വികസന സമിതിയുടെ നേതാക്കന്മാരും ഞാനും അടക്കം BJP-യുടെ സംസ്ഥാന കാര്യാലയമായിട്ടുള്ള മാരാർജി ഭവനിൽ പോയിട്ടാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ PK കൃഷ്ണാംശി അടക്കമുള്ളവരെ ഇടപെടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ദ്രുതഗതിയിൽ ഇടപെടലുണ്ടായി. ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വിഷയത്തിൽ ഇടപെട്ടത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 2 സ്ഥലത്തും അടിപ്പാതകൾ അനുവദിച്ചത്. അതും ഞാൻ പറഞ്ഞു, അടിപ്പാത വന്നതിന് ശേഷം അവകാശവാദങ്ങളുമായി ഒരു പലരും വന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ജയിപ്പിച്ചില്ല. പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ നെഞ്ചിലേറ്റി. ഞങ്ങളെ രണ്ടാമതെത്തിച്ചു. 2016-ൽ 33,000 വോട്ടും 2021-ൽ 42,000 വോട്ടും ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി ചാത്തന്നൂരിലെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ഞങ്ങൾക്ക് കൂടി ഇടപെട്ടുകൊണ്ട് നടത്താൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിയാണ് 2021-ൽ മത്സരിച്ച ഗോപകുമാർ സാറാണ് കഴിഞ്ഞ ജനപ്രതി എങ്കിൽ
നമ്മുടെ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺക്രീറ്റ് തൂണുകൾ 100% സ്ഥാപിച്ചിട്ടുള്ള വികസന പ്രവർത്തനമാണ് നടക്കേണ്ടിയിരുന്നത്. അങ്ങനെ തന്നെ നടക്കുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത് നമ്മളെ സംബന്ധിച്ച് പറ്റിയില്ല. അപ്പോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടുത്തെ പൊതുസമൂഹത്തോട്, ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ചാത്തന്നൂരിന്റെ സമഗ്രമായ വികസനത്തെ സംബന്ധിച്ച് ഒരു മാസ്റ്റർ പ്ലാന് ഞങ്ങൾ തയ്യാറാക്കും. അവിടെ ഈ ചാത്തന്നൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെ സംബന്ധിച്ച്, ഇവിടെ നിങ്ങൾക്കറിയാം വരൾച്ചയാകുന്ന സമയത്ത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം ഉണ്ടാകും. ഇവിടെ സാധാരണ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ നോക്കുന്ന സമയത്ത് പലതും തകർന്നു കിടക്കുകയാണ്. തെരുവിളക്കുകളുടെ കാര്യത്തിൽ നമുക്കറിയാം, തെരുവിളക്കുകൾ കത്തുന്നില്ല. തെരുവ് നായയുടെ ശല്യം ഏറ്റവും രൂക്ഷമായി നമ്മുടെ ഓരോ പ്രദേശത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ, ഇതൊക്കെ പരിഹരിക്കുവാൻ ഇടപെടേണ്ട ഭരണ നേതൃത്വം കൃത്യമായി ഇടപെടുന്നില്ല. പക്ഷേ വീണ്ടും അവര് വരുന്ന സമയത്ത് എന്തിന്റെ അടിസ്ഥാനത്തിൽ LDF എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയായാലും UDF എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയായാലും അവരെ സംബന്ധിച്ച് അറിയാലോ, കേരളത്തിലെ ജനങ്ങൾ മാറി മാറി അവർക്ക് അവസരം കൊടുത്തു. ആ കൊടുത്ത സമയത്തൊന്നും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ജനങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നിങ്ങൾക്കറിയാം 2016 ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോ കേരളത്തിന്റെ പൊതുകടം 3 ലക്ഷം കോടി രൂപയാണ്. ആ 10 വർഷം കഴിഞ്ഞ് അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ആ 3 ലക്ഷം കോടി രൂപ പൊതുകടം 6 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു എന്നുള്ളതാണ് LDF ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട